ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ചൗവരി കൊണ്ടൊരു പായസമാണ്. നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ചൗവരി വെള്ളത്തിലിട്ട് നല്ലപോലെ 2-3 പ്രാവശ്യം കഴുകി അപ്പോൾ തന്നെ നമ്മളത് ഡ്രെയിൻ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അത് കുതിർന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് തേങ്ങാപ്പാലിലാണ്. ഒരു ചെറിയ തേങ്ങയുടെ പാൽ മൊത്തം എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ പാൽ മാറ്റി വെച്ചതിന് ശേഷം രണ്ടാമത്തെ പാൽ മൂന്നാമത്തെ പാലും ഒരുമിച്ച് ചേർത്ത് വയ്ക്കാം. പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മളിതൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്തെടുത്തെങ്കിൽ മാത്രമേ ഇതിന് ടേസ്റ്റുള്ളൂ. അധികം കളർ ചേഞ്ച് ആവുന്നവരെ വറുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. ഇത് ഇങ്ങനെ പൊടിഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. നെയ്യിൽ നല്ലപോലെ മൂപ്പിച്ചെടുക്കുമ്പോൾ അത് നല്ല ഉറപ്പായിട്ട് കിട്ടും. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ചൂടാക്കി വേണം ചേർക്കാൻ. വെള്ളമാണെങ്കിലും ചൂടാക്കി തന്നെ ചേർക്കണം, അല്ലെങ്കിൽ ഇത് കലങ്ങിപ്പോവും. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഇത് മൂത്ത് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ചൂടായിട്ട് ചേർക്കാം. ഇത് നമ്മൾ നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ എല്ലാം ഒട്ടിപ്പോയ പോലെയൊക്കെ ഇരിക്കും. അത് പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നല്ലപോലെ ചൂട് കിട്ടുമ്പോൾ അതങ്ങ് മാറിക്കൊള്ളും. നല്ലപോലെ നെയ്യ് ഒഴിച്ച് നമ്മൾ തിരിച്ചും കേട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും. അധികം കളർ ചേഞ്ചൊന്നും ആവേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് പാല് ചേർക്കുമ്പോൾ തേങ്ങാപ്പാൽ തിളപ്പിച്ച് വേണം ചേർക്കാൻ. പച്ചവെള്ളം ചേർക്കുന്നവരായാലും തിളപ്പിച്ച് വേണം ചേർക്കാൻ, ഇല്ലെങ്കിൽ കലങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അവസാനത്തെ 2 പാലും കൂടെ നല്ലപോലെ ഒന്ന് ചൂടാക്കി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒട്ടി പോയ പോലെ ഇരുന്നതെല്ലാം മാറിയിട്ടുണ്ട്. അതെല്ലാം ഒന്നൊന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അവസാനത്തെ 2 പാലും കുറച്ച് ചേർത്ത് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ പായസം. അപ്പോൾ നമുക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പഞ്ചസാരയും ചേർത്ത് കുറച്ച് ഏലക്കാപ്പൊടി ഇപ്പോൾ ചേർക്കാം. അതും എല്ലാം കൂടെ കിടന്ന് ഒന്ന് നല്ലപോലെ ഒന്ന് പിടിച്ച് വരണം. അവസാനത്തെ പാല് കുറച്ച് ഒഴിച്ച് നല്ല കുറുക്കിയെടുക്കണം. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാവും ഇത്. ഇപ്പോൾ തന്നെ നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട്. ഒന്നായിട്ട് പോയതെല്ലാം മാറി, കട്ടിയായി പോയതെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നൊന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അവസാനത്തെ പാലും ചേർക്കാം. കുതിർന്ന് പൊടിഞ്ഞു പോകുന്ന പോലെ ഇരുന്നതൊക്കെ അങ്ങ് മാറും നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ. ഒരുപാട് നേരം വറുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് നമുക്കത് വറുത്ത് വരുമ്പം നമുക്ക് മനസ്സിലാവും. നമുക്ക് ചൂട് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പം തന്നെ അത് നല്ലതായിട്ട് ഉടയാതെ തന്നെ കിട്ടും. കുറച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അവസാനത്തെ തേങ്ങാപ്പാലും കൂടെ ചേർക്കാം. ആദ്യത്തെ പാല് കുറച്ച് ചേർത്തും ഒന്ന് നല്ല തിളച്ചൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് കുറച്ച് പാല് ചേർത്ത് വറ്റിച്ചെടുക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാം, അധികം സമയമൊന്നും വേണ്ട. അപ്പം നല്ല നമ്മൾ പൊടിഞ്ഞു പോയാലിരുന്ന് എല്ലാം മാറിയിട്ടുണ്ട്, നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കുറച്ച് നെയ്യിൽ മൂപ്പിച്ച് ചേർക്കാം. കാഷ്യൂനട്ടോ ബദാമോ ഏതായാലും മതിയാവും. നമ്മളിത് ചെറിയ വെള്ള കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്, പാൽ കപ്പലണ്ടി. അത് കുറച്ച് നല്ലപോലെ നെയ്യിൽ നല്ലപോലെ മൂപ്പിച്ച് എടുത്തതിന് ശേഷം ആദ്യത്തെ പാലും കൂടെ ചേർത്തതിന് ശേഷം മാത്രം ഇതിട്ടാൽ മതിയാവും. വീണ്ടും നമുക്ക് ആദ്യത്തെ പാൽ ചേർക്കുമ്പോൾ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. നമുക്ക് ആദ്യം എടുത്ത പാലും കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് നമുക്ക് കപ്പലണ്ടിയും ചേർത്ത് പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് പായസമാണ്. ചൗവരിയുടെ ഒരു പച്ച ചെവയുണ്ട്. ഇത് വറുക്കുന്നതുകൊണ്ട് ആ ചെവ കാണില്ല. നമുക്കിത് സേമിയയുടെ കൂട്ട് തന്നെ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്, കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്നതാണ്. ഇത് ഒരു ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ളൊരു പായസമാണ്. ഗ്ലൂട്ടൻ അടങ്ങാത്തൊരു ഭക്ഷണമാണ് ഇത്. നമുക്ക് സേമിയയിലൊക്കെ ഗ്ലൂട്ടൻ ഉണ്ട്. അപ്പം നമുക്ക് സേമിയ പായസം കുട്ടികൾക്ക് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. അപ്പം നമുക്ക് ഈ പായസം ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവർക്ക് ഭയങ്കര ടേസ്റ്റുമാണ്, നല്ല ടേസ്റ്റ് തന്നെയാണ്, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം നമുക്കിതെപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളത് കുതിർത്ത് വയ്ക്കാൻ പാടില്ല. പിന്നെ ഇത് വറുത്തെടുക്കുകയും വേണം. അത് രണ്ടും ചെയ്തെങ്കിൽ മാത്രമേ ഈ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
നമുക്ക് സേമിയ പോലെ തന്നെ നല്ല ഒരു ടേസ്റ്റാണ്. അല്ലെങ്കിൽ പച്ച ചവയാണ് ചൗവരി പായസത്തിന്. അപ്പോൾ നിങ്ങളിതിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക.